നമസ്കാരം, ഞാൻ അരുണിമ. സേവ് പലസ്തീൻ, സേവ് ഗാസ, ഓൾ ഐസ് ഓൺ റഫ എന്തൊക്കെ പുകിലുകളായിരുന്നു. ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ ഒന്നും തുറക്കാൻ പറ്റില്ലാത്ത വിധം ഇത്തരം പിന്തുണാ പോസ്റ്റൊക്കെ നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ നമ്മുടെ സ്വന്തം രാജ്യത്ത് അതേ അവസ്ഥ വരുമ്പോൾ എന്തുകൊണ്ട് ഇവിടെ മിക്ക ആളുകളും ശബ്ദിക്കുന്നില്ല? അതിനുള്ള ഉത്തരം സിമ്പിൾ ആണ്. പഹൽഗാമിലെ ദുരന്തത്തിനിപ്പുറം നമ്മുടെ രാജ്യം നല്ലപോലെ തിരിച്ചടി കൊടുക്കുന്നുണ്ട് എങ്കിലും ആ ഭീകരർ ലക്ഷ്യം വെച്ചത് എന്താണോ അത് അവിടെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് എന്നല്ലേ? വർഗീയ വിദ്വേഷം. ഇങ്ങനെയാണ് പോക്കെങ്കിൽ ഇനി ഇവിടെ ഒരു തീവ്രവാദിയുടെയും ആവശ്യമില്ല. നമ്മൾ പരസ്പരം തമ്മിൽ തല്ലിച്ചാവും. കാര്യങ്ങളുടെ പോക്ക് അങ്ങോട്ടേക്കാണ് അല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആത്മാർത്ഥമായി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ സത്യം പറയുമോ? പഹൽഗാമിലെ സംഭവത്തിനിപ്പുറം നിങ്ങളുടെ ഉള്ളിൽ അവർ കുത്തിവെച്ചതുപോലെ ഒരു വികാരമില്ലേ? ഹിന്ദു മുസ്ലിം എന്നൊരു വേർതിരിവ് ഉണ്ടാകും. ഇല്ലാതെ എവിടെ പോകാൻ? നിങ്ങൾ ഏതാണ് മതം? നിങ്ങൾ ഏത് ദൈവത്തെ ആരാധിക്കുന്നവരാണ്? കാശ്മീരിലെ പഹൽഗാമിൽ പാക് ഭീകരവാദികൾ ഈ ഒരു ചോദ്യം ചോദിച്ച ശേഷമാണ് വെടിയുതിർത്തത്. ഉത്തരം ലഭിച്ചത് പ്രകാരം അവർ അമുസ്ലിമുകളായവരെ കൊന്നുതള്ളി. അതെ, കാഫിറുകളെ കൊന്നുകളഞ്ഞാൽ സ്വർഗത്തിൽ സീറ്റ് ഉറപ്പാണെന്ന ഖുർആനിലെ നിർദ്ദേശം അവർ അവിടെ പൂർത്തിയാക്കി. അങ്ങനെ ആ 7 പേർക്ക് സ്വർഗത്തിൽ സീറ്റും കിട്ടി. ഞാൻ ഈ പറഞ്ഞതെല്ലാം കേട്ട് എന്നെ തെറി വിളിക്കാൻ വരട്ടെ. എന്റെ പോയിന്റ് ഇതൊന്നുമല്ല. ഈ ഒരു വാർത്ത പരന്നതോടെ നമ്മുടെ നാട്ടിൽ ഈ ഭീകരവാദത്തെക്കാൾ ഉപരി വർഗീയ വിദ്വേഷമാണ് പരക്കുന്നത്. മദ്രസ ബുദ്ധി, ഖുർആൻ കത്തിക്കണം, കോയമാരെ പാകിസ്ഥാനിലേക്ക് അയക്കണം എന്നിങ്ങനെ എന്തോരം കമന്റുകളാണെന്ന് അറിയാമോ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. സംഘികളെ ട്രോളിയ നമ്മൾ ഇന്ന് അവരെക്കാൾ വലിയ വർഗീയവാദികളാവുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വരുന്ന ന്യൂസുകളുടെ താഴെ മതത്തിന്റെ പേരിൽ മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തെറ്റുകയാണ്. ഇതിലൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ആ നരാധമന്മാർ ലക്ഷ്യമിട്ടത് എന്താണോ അവിടെ തന്നെയാണ് നിങ്ങൾ കയറി കൊളുത്തിയിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് വർഗീയതയുടെ ഒരു തീപ്പൊരി കൊളുത്തി അവരങ്ങ് പോയി. നമ്മളാകട്ടെ അത് ഊതി ഊതി ആളിക്കത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. നിലവിൽ ഒരു ഭൂരിപക്ഷം ഹിന്ദുമത വിശ്വാസികളും ചിന്തിക്കുന്നത് മുസ്ലിമാണ് ഞങ്ങളെ കൂട്ടത്തിലുള്ളവനെ കൊന്നത്, അവരെ വളരാൻ അനുവദിച്ചുകൂടാ. അതേപോലെ ഇസ്ലാം വിശ്വാസികളാകട്ടെ ഞങ്ങൾ എല്ലാവരും ഈ വിഷയത്തിൽ പഠിക്കുന്നു, ഇത് മിക്കവാറും ആ മോദിയുടെ പരിപാടി തന്നെ ആയിരിക്കും എന്നൊക്കെയുമാണ്. അല്ലെന്ന് പറയാൻ പറ്റുമോ? എന്നാൽ സത്യത്തിൽ പാകിസ്ഥാനിൽ കിടക്കുന്ന ഭീകരൻ വന്ന് നമ്മുടെ നാട്ടിൽ ചോര ചിന്തിച്ചു. അവർക്ക് ഇവിടുത്തെ മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ഒന്നുമില്ല. ഹിന്ദുസ്ഥാനികൾ അഥവാ ഇന്ത്യക്കാർ എല്ലാവരും അവർക്ക് ശത്രു തന്നെയാണ്. ഇവിടെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് നമ്മുടെ ഉള്ളിൽ വിഷം ചിന്തിക്കാനാണ്. അതുകൊണ്ട് കൊന്നത് ആ പാക് തീവ്രവാദികളും കൊല്ലപ്പെട്ടത് നമ്മൾ ഇന്ത്യക്കാരുമാണ്. അവിടെ ഒരു കാരണവശാലും മതം കുത്തിക്കേറ്റാൻ നിൽക്കരുത്. കേറ്റിയാൽ നമുക്ക് നമ്മൾ വെട്ടുന്ന കുഴിയാവാതെ. നമ്മൾ ഇന്ത്യക്കാരാണ്. മറ്റു രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമുക്കുള്ളിൽ ഒരു മനുഷ്യ സ്നേഹമുണ്ട്. കോയയുടെ വീട്ടിൽ കല്യാണം നടന്നാലും, രമേശിന്റെ വീട്ടിൽ ഒരു സന്തോഷം വന്നാലും, വർഗീസിന്റെ വീട്ടിൽ ഒരു ദുഃഖം വന്നാലും അവിടെ പേരോ മതമോ ജാതിയോ നോക്കാതെ നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിൽക്കാറുണ്ടായിരുന്നു. ഉത്സവം വന്നാലും ഓണം വന്നാലും പെരുന്നാൾ ക്രിസ്തുമസ് എന്ത് വന്നാലും ഇവിടെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിന്നാണ് ആഘോഷിക്കാറുണ്ടായിരുന്നത്. ആ സ്നേഹത്തിന് മുകളിലേക്കാണ് ആ ദുഷിച്ചവർ വിഷം കുത്തിവെക്കാൻ തുനിഞ്ഞത്. അതുകൊണ്ട് രാഷ്ട്രീയത്തിന്റെയോ മതത്തിന്റെയോ പേരിൽ ഈ സൗഹാർദ്ദം കളങ്കമാവാതിരിക്കട്ടെ. ഇവിടെയാകട്ടെ മീഡിയ വൺ പോലുള്ള മാധ്യമങ്ങളാകട്ടെ മുട്ടനാടുകളെ തമ്മിൽ ഇടിപ്പിച്ച് ചോര ഊറ്റി കുടിച്ച ചെന്നായയെ പോലെയാണ്. അവർ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഒരു ന്യൂസ് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണണമായിരുന്നു. എത്രത്തോളം മതവിദ്വേഷമാണെന്ന് അറിയാമോ അവർ ഊതി ഊതി പേരിപ്പിക്കുന്നത്. അതേപോലെ MA ബേബി, ശിവൻകുട്ടി ഇങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഇരിക്കുന്നവരും ഈ ഒരു സന്ദർഭം പരമാവധി മുതലെടുക്കുന്നുണ്ട്. ഇവർ ചിന്തിക്കുന്നത് ഇത്രയേ ഉള്ളൂ: ഈ പഹൽഗാമിൽ നമ്മുടെ കേന്ദ്രം തിരിച്ചടി കൊടുത്താൽ അതവർക്കൊരു മൈലേജ് ആകും. ആകപ്പാട് കേരളത്തിൽ മാത്രം അവശേഷിക്കുന്ന CPM ഒക്കെ ചിലപ്പോൾ എങ്ങാനും ഈ മൈലേജിൽ തെറിച്ചു പോയാലോ? അപ്പോ BJPയെ വളരാൻ അനുവദിക്കരുത്. അതുകൊണ്ട് കിട്ടുന്ന ചാൻസിന് ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിന്റെ ശാപവും വേദനയുമാണ് ഈ ഭീകരതയ്ക്ക് പിന്നിൽ എന്നൊക്കെ വിവരമില്ലാതെ വിളിച്ചു പോകും. അതേസമയം ഇവിടെ ഉണ്ടായ ഭീകരവാദം നാടകമാണ്, കെട്ടിച്ചമച്ചതാണ് എന്നൊക്കെ പറയുന്നവരോട് പറയാൻ ഉള്ളത് എത്രയേ ഉള്ളൂ. നമ്മുടെ രാജ്യമാണ്, നമ്മുടെ മണ്ണാണ്. ഇവിടെ തീവ്രവാദികൾ വന്ന് അഴിഞ്ഞാടുമ്പോൾ എങ്ങനെ തോന്നുന്നു ഇമാതിരി ഡയലോഗ് അടിക്കാൻ? വേറെ രാജ്യങ്ങളിൽ ഇതേപോലെ സംഭവിക്കുമ്പോൾ തണ്ണിമത്തനും പൊക്കിപ്പിടിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഹാഷ്ടാഗുകൾ ഇട്ട് നടക്കുന്നവർ സ്വന്തം മണ്ണിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ഓർക്കുക, ഇവിടെ നമുക്ക് രാഷ്ട്രീയമല്ല വിഷയം, രാഷ്ട്രബോധമാണ് വിഷയം. എന്താണ് നിങ്ങൾക്ക് ഈ വിഷയത്തിലുള്ള അഭിപ്രായം? തീർച്ചയായും കമന്റ് ചെയ്യൂ. അതുപോലെ തന്നെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി.